ഹലോ സുഹൃത്തുക്കളെ, എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ ഉള്ളടക്കത്തെ പിന്തുണക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പലരും എന്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നു, അതിനാൽ ദയവായി ഒരു നിമിഷം സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ ചാനൽ വളരാൻ സഹായിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിശയകരമായ ഒരു ഡിബോണ്ട് ആൻഡ് സ്റ്റഫ്ഡ് ഹോൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ പാചകക്കുറിപ്പ് വളരെ ചെയ്യാനതും രുചികരവും പ്രത്യേക അവസരങ്ങൾക്ക് അനുയോജ്യവുമാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യം ഒരു മുഴുവൻ ചിക്കൻ എടുത്ത് അറയിൽ നിന്ന് അധിക കൊഴുപ്പ് നീക്കം ചെയ്യുക. മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് വിഷ്ബോണിന് സമീപം ഒരു മുറിവുണ്ടാക്കി നട്ടലിലേക്ക് ശ്രദ്ധാപൂർവ്വം മുറിക്കുക. കത്തി എല്ലുകൾക്ക് കഴിയുന്നത്ര അടുത്ത് വയ്ക്കുക, അതേസമയം ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ കത്തി നട്ടലിനൊപ്പം പതുക്കെ പ്രവർത്തിപ്പിക്കുക, അസ്ഥികളിൽ നിന്ന് മാംസം വേർതിരിക്കുക. നിങ്ങളുടെ സമയമെടുത്ത് ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിക്കുക. നട്ടെല്ല് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നതുവരെ തുടരുക. അടുത്തതായി തുടഭാഗത്തേക്ക് നീങ്ങുക. സന്ധികളുടെയും ടെൻഡോണുകളുടെയും ചുറ്റും ശ്രദ്ധാപൂർവ്വം മുറിക്കുക. ടെൻഡോണുകൾ പുറത്തിറങ്ങിയാൽ തുടയുടെ എല്ലുകളും മുരിങ്ങയുടെ എല്ലുകളും സൗമ്യമായി പുറത്തെടുക്കുക. മറുവശത്തും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. ഇനി മുകളിലെ പിൻഭാഗത്ത് നിന്ന് ബാക്കിയുള്ള ചെറിയ അസ്ഥികൾ നീക്കം ചെയ്യുക. ബ്രസ്റ്റ് ഭാഗത്തിന് കത്തിയുടെ അഗ്രം ഉപയോഗിച്ച് ബ്രസ്റ്റ് ബോണിനൊപ്പം ട്രേസ് ചെയ്യുക. അസ്ഥി പൂർണ്ണമായും സ്വതന്ത്രമാകുന്നതുവരെ ശ്രദ്ധാപൂർവ്വം പിന്തുടരുക. നീക്കം ചെയ്യാൻ കഴിയും. ഒടുവിൽ ടെൻഡോണുകൾ മുറിച്ച് അസ്ഥികൾ പുറത്തെടുത്ത് ചിറകിന്റെ അസ്ഥികൾ നീക്കം ചെയ്യുക. ഇതാ നിങ്ങൾക്ക് അത് ലഭിച്ചു, പൂർണ്ണമായും അസ്ഥിയില്ലാത്ത ഒരു മുഴുവൻ കോഴി. ഇനി നമുക്ക് ചിക്കൻ സീസൺ ചെയ്യാം. ലളിതമായ ഒരു നിയമം എന്ന നിലയിൽ ഓരോ കിലോഗ്രാം മാംസത്തിനും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഉപയോഗിക്കുക. നിങ്ങളുടെ സീസൺ മിക്സിലോ മയോണൈസിലോ ഇതിനകം ഉപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അളവ് ക്രമീകരിക്കാൻ ഓർമ്മിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട മസാലകളും ചേർക്കുക, തുടർന്ന് എല്ലാം ചിക്കനിൽ മസാജ് ചെയ്യുക. സ്റ്റഫിംഗ് തയ്യാറാക്കുമ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ അനുവദിക്കുക. ഒരു പാൻ ഇടത്തരം തീയിൽ ചൂടാക്കുക. അരിഞ്ഞ സോസേജും ബേക്കണും ചേർത്ത് അവയുടെ രുചി പുറത്തുവന്ന് ചെറുതായി തവിട്ട് നിറമാകുന്നതുവരെ വേവിക്കുക. അടുത്തതായി അരിഞ്ഞ ഉള്ളിയും അല്പം ലീക്കും ചേർക്കുക. മൃദുവാകുകയും സുഗന്ധം വരുന്നതുവരെ വേവിക്കുക. ഇനി കസവ മാവ് ചേർത്ത് നന്നായി ഇളക്കുക. സ്റ്റഫിംഗ് ഈർപ്പമുള്ളതും രുചികരവുമാക്കാൻ കുറച്ച് കോൺ കുക്കിംഗ് വാട്ടറും ക്രീം ചീസും ചേർക്കുക. മൃദുവായതും ചെറുതായി പൊടിഞ്ഞതുമായ ഒരു സ്ഥിരത ലഭിക്കുന്നതുവരെ ഇളക്കുന്നത് തുടരുക. നിങ്ങളുടെ രുചികരമായ സ്റ്റഫിംഗ് ഇപ്പോൾ തയ്യാറാണ്. തയ്യാറാക്കിയ സ്റ്റഫിംഗ് എടുത്ത് അസ്ഥി നീക്കം ചെയ്ത് ചിക്കന്റെ എല്ലാ ഭാഗങ്ങളും നിറയ്ക്കുക. ഓരോ കടിയും രുചിയിൽ നിറയുന്ന തരത്തിൽ അറയിലും മുലയുടെ ഭാഗത്തും തുടയുടെ ഭാഗങ്ങളിലും സ്റ്റഫിംഗ് പാക്ക് ചെയ്യുക. സ്റ്റഫ് ചെയ്തു കഴിഞ്ഞാൽ ചിക്കൻ സുരക്ഷിതമായി കെട്ടാൻ അടുക്കള ക്ലീൻ ഉപയോഗിക്കുക. പാചകം ചെയ്യുമ്പോൾ അതിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതിന് അത് ദൃഢമായി പൊതിയുക. അധിക സ്വാദിനായി ചിക്കന് ചുറ്റും അടുക്കള ക്ലീനിന്റെ അടിയിൽ സസ്യ കഷ്ണങ്ങൾ വയ്ക്കുക. സസ്യം ചിക്കനെ ഈർപ്പമുള്ളതാക്കുകയും സമ്പന്നമായ ഒരു പുകയുള്ള ഫ്ലേവർ നൽകുകയും ചെയ്യും. അതിശയകരമായ സുഗന്ധത്തിനായി അതിന് മുകളിൽ പുതിയ തൈം വിതറുക. നിങ്ങളുടെ ഓവൻ 200°C 390°F ചൂടാക്കുക. ചിക്കൻ ഒരു ബേക്കിംഗ് ട്രേയിൽ വയ്ക്കുക. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് മൂടാതെ ബേക്ക് ചെയ്യുക. മൂടിയില്ലാതെ പാചകം ചെയ്യുന്നത് ചർമ്മം മനോഹരമായി സ്വർണ്ണവും ക്രിസ്പിയുമാകാൻ അനുവദിക്കുന്നു. കൂടുതൽ ക്രിസ്പിനെസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ കുറച്ച് മിനിറ്റ് കൂടി അടുപ്പിൽ വയ്ക്കുക. ഇനി ഏറ്റവും നല്ല ഭാഗത്തിനുള്ള സമയമാണ്. അടുക്കള ക്ലീൻ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്ത് ചിക്കനിൽ മുറിക്കുക. ചിക്കന്റെ ഉള്ളിൽ മുഴുവൻ പാക്ക് ചെയ്തിരിക്കുന്ന മനോഹരമായ സ്റ്റഫിംഗ് നോക്കൂ. ഓരോ കഷണവും ചെയ്യാനതും മൃദുവായതും അവിശ്വസനീയമായ രുചി നിറഞ്ഞതുമാണ്. കുടുംബ അത്താഴങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രത്യേക അവസരങ്ങൾക്കും ഈ പാചകക്കുറിപ്പ് ശരിക്കും അനുയോജ്യമാണ്. കണ്ടതിന് വളരെ നന്ദി. ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് നൽകുക. താഴെ ഒരു അഭിപ്രായം ഇടുക. ഇത് നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് എന്നെ അറിയിക്കുക. പുതിയ പാചകക്കുറിപ്പുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.